ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് വെച്ച് സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴേ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഷേപ്പ് ആക്കി എടുക്കാം. അതിനു വേണ്ടി ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു മൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിന് പകരം സ്ക്വയർ ഷേപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രൗൺ കളറിലുള്ള സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് മുഴുവനായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായ ഫില്ലിങ്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് കാബേജ് കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഫില്ലിങ്സ് തയ്യാറാക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാനിത് എഗ്ഗ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇതിന് പകരം ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടും തയ്യാറാക്കാം. ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ആവുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് ഫില്ലിങ്സും ചൂസ് ചെയ്യാട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫില്ലിങ്സിൻ്റെ കൂടെ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കോഴിമുട്ട പുഴുങ്ങി പകുതിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലൊരു പശ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ ഷേപ്പ് ചെയ്ത് വെച്ച ബ്രെഡിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഈ ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മുട്ട പുഴുങ്ങിയത് ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മൈദപ്പൊടിയുടെ ഈ ബാറ്റർ ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ മറ്റൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് സൈഡിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സൈഡിലോട്ട് ഇല്ലാതെ സെൻറ്ററിൽ മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കോഴിമുട്ടയാണ് ആവശ്യം. അതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായതിനു ശേഷം ഇതിലോട്ട് എണ്ണ തടവി കൊടുക്കാം. ഈ ഒരു രീതിയിൽ തടവി കൊടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ലോക്ക് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പ്രസ് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഈ എഗ്ഗിൻ്റെ ബാറ്ററിൽ മുക്കി കൊടുത്തിട്ട് രണ്ട് സൈഡിലും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പാനിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡിലുള്ള എഗ്ഗിൻ്റെ ബാറ്റർ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടിത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം. ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഏറ്റവും എളുപ്പം റൗണ്ട് ഷേപ്പിലുള്ളതിനേക്കാൾ നല്ലത് സ്ക്വയർ ഷേപ്പിലാണ്. റൗണ്ട് ഷേപ്പിലാക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്,
നിങ്ങൾ എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എഗ്ഗിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതി, അതായത് 1/4 ഭാഗം എടുത്താൽ മതി, പകുതി എടുക്കണ്ട. ഞാൻ വലിയ ബ്രെഡ് ആയതുകൊണ്ടാണ് മുട്ടയുടെ പകുതി ഭാഗം എടുത്തിട്ടുള്ളത്. ചെറിയ സാധാ നോർമൽ സൈസ് ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ 1/4 ഭാഗമാണ് നല്ലത്, അല്ലെങ്കിൽ ബ്രെഡ് പൊട്ടിപ്പോവും. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോഴേ ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലൊരു പുതിയൊരു വിഭവമായി വരുന്നത് വരേക്കും ബായ്.